ഫോറൻസിക് സിനിമകൾ മാക്സിമം നമ്മൾ ഫിലിംസൊക്കെ അതെ അതെ ഒത്തിരി മൊത്തമുണ്ട് ഇതിൽ CN Global Movie Productions present Agosham. Life is all about celebration. An Amal K. Jopi film produced by Dr. Lissy K. Fernandez, Dr. Prince. ആദ്യം തന്നെ ഞങ്ങളുടെ അഹല്യ ക്യാമ്പസിന്റെ ആഘോഷമായ അഹല്യ ആർട്സ് ഫെസ്റ്റ് 2025 എൻ്റയർ ആഘോഷം ടീമിനെ സ്വാഗതം ചെയ്യുന്നു. Ahalya, how was the song? C.K. Fernandez. Artist Jace Joss, Bobby Kurian, Shaju, and the project designer Titus John and the associate director Amal Dev, with the artist Yadu Krishna, Sujit, Ardra Mohan, Alisha, Anjali, Sona, and Akhila. The whole വൈബ്രന്റ് ആൻഡ് എനർജറ്റിക് എല്ലാ ഭാരവാഹികളെയും നന്ദിയോടെയും അതിന് കാരണമായി ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷാജു ശ്രീധറാണ്. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ CN Global മൂവീസിലെ രണ്ടാമത്തെ പിള്ളേർ ഈ പാട്ടും ഈ സിനിമ ഏറ്റെടുത്താൽ ലോകം മുഴുവൻ ഏറ്റെടുക്കും. ആർ യു റെഡി ടു സപ്പോർട്ട്? ഓ, നല്ലൊരു കൈയടി ഞങ്ങൾക്ക് കാണാം. താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻസ്. എനിക്ക് എപ്പോഴും യൂത്തിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഒത്തിരിയേറെ പേരുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാവരും, അതോടൊപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായിട്ടുമുള്ളവർ, CN Global എന്ന കമ്പനിയുടെ തുടക്കം തുടങ്ങിയുള്ള ഞങ്ങളുടെ യാത്രികർ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ രാവും പകലുമില്ലാതെ അധ്വാനിച്ച, ഞങ്ങൾക്ക് വേണ്ടി രാവും പകലും വർക്ക് ചെയ്തവർ, കലാകാരന്മാർ, ആ
അതായത് ഒരു വലിയ കലാ സംയോഗം എന്ന് പറയാം സിനിമേനെ. എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാറുള്ളൂ. ഇവിടെ എനിക്ക് മനസ്സിലായത് ഇവിടെ മെഡിക്കൽ തുടങ്ങിയ എല്ലാ ഫീൽഡിലുള്ള കുട്ടികളും പഠിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ പപ്പായുടെയും അമ്മയുടെയും കാലഘട്ടത്തിലെ ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ ഞാൻ പറഞ്ഞാൽ, എനിക്ക് പാടാൻ ശബ്ദമില്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പാടും. ഏതാണ്? ആയിരം അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് ഈ ബോബി പറയാം വരണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ കഥ? ഇവിടുന്ന് നല്ല നടന്മാരും നായകന്മാരും ഇടുന്നുണ്ട്. ഒരു പ്രായമായ ഒരാൾ നിൽക്കുന്നുണ്ട്. വേണോ വേണ്ടയോ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അവസരം ഒരുക്കി തരുന്ന ഈ ഫെസ്റ്റ്, യെസ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സിനിമ വരുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. നിങ്ങൾ എല്ലാം അതൊക്കെ അമൽ പറയും, ഞാൻ അതിനോട്ടൊന്നും കിടക്കുന്നില്ല. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തും. എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ നല്ലൊരു സോങ് കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? ആ പാട്ട് വെറുതെ കണ്ടിട്ട് പോകണ്ട. ഇടിമണിക്കൽ ജ്വല്ലറി നിങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഒരുക്കിയിട്ടുണ്ട്, സമ്മാനം തരും. നിങ്ങൾക്ക് റീൽ ചെയ്ത് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഏകദേശം 25,000 എബോവ് ആയിട്ട് 3-4 പേരൊക്കെയാണ്. സെക്കൻഡ് പ്രൈസ് ഉണ്ട്, തേർഡ് പ്രൈസ് ഉണ്ട്. അത് അവർ കറക്റ്റ് അറിയിക്കും, വിത്ത് ഡീറ്റെയിൽ അറിയിക്കും. ബോബിക്ക് ഒരു സംശയം, ഇത് വല്ല കള്ളക്കരിപാടിയാണോന്നേ, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. രസമാണ്. അപ്പൊ നിങ്ങൾ മത്സരിക്കോ ഇല്ലയോ? ശബ്ദം കേട്ടില്ല ഞാൻ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. നന്നായിട്ട് മത്സരിക്കുവോ? റീൽ ഉണ്ടാക്കിയിടുവോ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവോ? യെസ്. നിങ്ങളുടെ പാലക്കാട് ഈ സിനിമ ഏറ്റെടുക്കണം. നിങ്ങളുടെ മണ്ണിലാണ് ഞങ്ങൾ വിശ്വസിച്ച് വന്നിരിക്കുന്നത്. ആർ യു റെഡി? എന്നാ ഇതേ കൊടുക്കണം, ഡയറക്ടർ കൊടുക്കാൻ. ഡയറക്ടർ How beautifully she is saying. Okay, എല്ലാവരും kindly be seated. നമുക്കെല്ലാവർക്കും ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കാം അല്ലേ? So once again ആദ്യം തന്നെ നമ്മൾ അഹല്യ ആർട്സ് ഫെസ്റ്റിൽ നമുക്ക് ആഘോഷം ചെയ്യുന്ന ഒരു സ്പേസ് വരികയും നമ്മുടെ ഇൻവൈറ്റ് ചെയ്തൊരു നമ്മുടെ ഹൃദയത്തിന് വർഷം നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളിപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടി. കാരണം ഒരു രാത്രി തന്നെ നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഫീൽ ഇവിടെ അവിടെ വന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ പരിപാടി നമുക്ക് ഐഡിയ ഇല്ലാത്തതുപോലെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു ചാർജും നിങ്ങളെ കണ്ടപ്പോൾ കിട്ടിയൊരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും ഫുൾ ചാർജ് ആയിട്ട് കൂടെ എല്ലാവരും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആഘോഷം ആക്ച്വലി നിങ്ങൾ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്, കോളേജ് സബ്ജക്റ്റാണ്. അപ്പം ഈ ഒരു വൈബും കാര്യങ്ങളൊക്കെ ആ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. CN ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്, ഡോക്ടർ പ്രിൻസ് പ്രോസി, ഡോക്ടർ ദേവസി കുര്യൻ, അങ്ങനെ ഒരു ടീം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് ആഘോഷം. ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ തന്നെ ഇതിൻ്റെ ടാഗ്ലൈൻ. ആ ടാഗ്ലൈൻ പോലെ തന്നെ പരിപാടി ഒരു സെലിബ്രേഷൻ കൂടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കുള്ളത് നമ്മുടെ ഹീറോ നരേൻ ഭായ് ഉണ്ട്, ഹീറോയിൻ റോസ്മിൻ, ബോബിച്ചേട്ടൻ അറിയാം. പണി എന്ന സിനിമയിൽ ഒറ്റ പടം കൊണ്ട് എല്ലാവരും തൂക്കിയാണ്. കുറേ ഫാൻസ് അങ്ങനെ ഇഷ്ടം പോലെ. അപ്പോൾ അതിനൊക്കെ ഒരു എവർഗ്രീൻ ഹീറോ, ക്ലാസ്മേറ്റിന് ശേഷം അന്നും ഇതുവരെ ഒരേപോലെ ആളാണ് നരേൻ ഭായ്. കാരണം അണ്ണാ കണ്ടതിനേക്കാളും കുറച്ച് ചെറുപ്പം കൂടിയിട്ടുള്ളൂ. പടത്തിന് വരുമ്പോൾ ഇതിനേക്കാളും ചെറുപ്പമാണ് പടത്തിലെ കെച്ചപ്പ്. അതെ, നമ്മളോട് കൂടിയിട്ടുണ്ട്. അതേപോലെ ജയ്സേട്ടൻ, നമ്മുടെ ഗുമസ്തൻ പടത്തിലെ മെയിൻ ലീഡർ, നിങ്ങൾക്കറിയാവുന്ന ഏവർക്കും ആക്ടറാണ് ജയ്സേട്ടൻ. ഞാൻ ഗുമസ്തന്റെ ഡയറക്ടറാണ്. എൻ്റെ കഴിഞ്ഞ പടത്തിലെ അറിയാവുന്ന നിങ്ങളെല്ലാം ചിരിപ്പിക്കുന്ന ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആർട്ടിസ്റ്റാണ്. ഷാജോനാണ് ആക്ച്വലി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് കേട്ടോ. ആ ഒരു ഈ ഒരു എനർജി ഞങ്ങൾക്ക് കാണിച്ചത് ഷാജോനാണ്. അതേപോലെ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ പടത്തിൽ സ്റ്റുഡൻസിന്റെ വേഷങ്ങൾ ചെയ്യുന്ന ഒത്തിരി പുതിയ ആൾക്കാർ ഈ പടത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തായാലും വളരെയധികം സന്തോഷം. നമുക്കെന്താ പറയുക, ഒരു വാക്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷയുണ്ട്. നിങ്ങളെല്ലാം പടം റിലീസാകുമ്പോൾ ഈ ആൾക്കാരെല്ലാം തിയേറ്ററിലുണ്ടാവുന്ന കരുതിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു. Thank you, sir. Amal sir. പോവുകയാണോ? എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഓവറായിട്ട് വന്നത്. യു ഗൈസ് ആർ സോ ലക്കി. ഭയങ്കര ഒരു ഗംഭീര ക്യാമ്പസ്, അതിലെല്ലാവരും മിങ്കിളായിരിക്കുന്നു അല്ലേ? ഫീൽ ജലസ്. ഒരുപാട് സന്തോഷം. ആഘോഷം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നരേൻ കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന സിനിമ അമൽ കെ ജോബി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. മിസ് ചേച്ചി CN ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ മിസ് ചേച്ചി കുറച്ച്
സുഹൃത്തുക്കളും എല്ലാവരോടും ചേർന്ന് നിർമ്മിച്ച പടമാണ് ആഘോഷം. ഒരു കോളേജ് ക്യാമ്പസ് പടമാണ്, ഒരു ശ്രമമാണ്. അത് ഒരു ഇൻ അവർ ഓൺ വേ വി ക്രിയേറ്റഡ് ദാറ്റ് മൂവി. അപ്പം കോളേജ് ക്യാമ്പസിലെ സുന്ദരിമാരെയാണ് ഈ അടുത്തും വലുതൊക്കെ ഇരിക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ച്. എനിവേ സിനിമ ഡിസംബറിൽ റിലീസാവും. ഡേറ്റ് കൺഫേം ആയോ? എനിവേ ഉടനെ ഡിസംബറിൽ ഉണ്ടാവും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സർ. ലിസി മാം അത് പ്രായം കൂടി ആക്ടർ എന്ന് പറഞ്ഞെങ്കിൽ പോലും the one who still To all the beautiful guys and girls out here, a big hi to Ahalya. വളരെ സന്തോഷം. എപ്പോഴും കോളേജ് ക്യാമ്പസുകൾ വരുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ ബോബി പറഞ്ഞ പോലെ നമുക്കൊരു ഫീൽ നൊസ്റ്റാൾജിക്, a bit jealous. ഞാൻ പഠിച്ചത് തൃശ്ശൂർ കേരള കോളേജിലായിരുന്നു. തൃശ്ശൂരുകാരുണ്ടോ അവിടെ? തൃശ്ശൂരുകാര്. സോ I felt that ഞാൻ കോളേജ് ക്യാമ്പസ് പഠിക്കുമ്പോൾ I felt that I was going to experience the best years of my life. എൻ്റെ ഏറ്റവും നല്ല 3 വർഷങ്ങൾ അവിടെയായിരുന്നു. ആൻഡ് ഇത്തരം ഫെസ്റ്റുകൾ ഇതിന് വളരെ റിലവൻസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ പല ഫെസ്റ്റുകളിൽ നിന്നാണ് പല ആർട്ടിസ്റ്റുമാരുടെയും തുടക്കം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ I had the opportunity to ഞാൻ ഡ്രാമ അഭിനയിച്ചു നോക്കി. ജസ്റ്റ് ടു ആക്ച്വലി അഭിനയിക്കാൻ അറിയോ എന്നുള്ളത് ശ്രമിക്കാൻ കൂടി. പിന്നെ I was in love with the girl. അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഡ്രാമയിൽ നിന്ന് ഫസ്റ്റ് കിട്ടാൻ ശ്രമിച്ചു. അപ്പോൾ അത് കിട്ടി. ഡിസ്ട്രിക്റ്റിൽ പോയി ഫസ്റ്റ് കിട്ടി. ഇന്റർസോൺ കലോത്സവത്തിൽ പോയി ഫസ്റ്റും കിട്ടി, ബെസ്റ്റ് ആക്ടറും ആയി. പക്ഷേ ആ കുട്ടി ഇംപ്രസ്ഡ് ആയില്ല. But then an artist in me grew. So, ഇല്ല, ആ കുട്ടി ഇംപ്രസ്ഡ് ആയില്ല. ഇല്ല, പക്ഷെ സിനിമ ജീവിതത്തിലേക്ക് വന്നു. സോ യു നെവർ നോ. അപ്പോൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് കീപ് കമ്മിങ്. അപ്പോൾ 3 of my best years എന്ന് പറഞ്ഞ പോലെ തന്നെ ചില സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ ചില സിനിമ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയും തീർക്കാൻ മതിയാണ്. ചില സിനിമ ലൊക്കേഷനിൽ പോകുമ്പോൾ യു ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ഗെറ്റ് ഓവർ. So I had some of the few best days of my shoot. ഈ ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി ടൈറ്റിൽ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ആഘോഷമായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി. സോ അതൊരു പക്ഷേ സിനിമ കാണുമ്പോൾ യു മൈറ്റ് ഫീൽ ഇറ്റ് ഓൾസോ. ആൻഡ് ഈ പറഞ്ഞ പോലെ വി ഓൾ നീഡ് യുവർ സപ്പോർട്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി ദറ്റ് ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫെസ്റ്റിൽ ഇത്രയും ലേറ്റ് ആയിട്ട്. പിന്നെ ഞാൻ അറിഞ്ഞു ബാൻഡ് പ്ലേയിങ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഈ സീനായാലും ഇമോഷണൽ സീനായാലും നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ഷാജു സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്വന്തം നാടാണ് പാലക്കാട്. തികച്ചും ഒരു പാലക്കാട്ടുകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലൊരു ക്യാമ്പസിൽ പാലക്കാടിൻ്റെ മണ്ണിൽ നിങ്ങളെല്ലാവരും ഈ വൈകിയ വേളയിലും എല്ലാവരും വളരെ എനർജിയുണ്ട്. കാണുമ്പോൾ അസൂയ തോന്നുന്നു നിങ്ങളോട് ഒരുപാട്. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ഇവൻസ് ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും സിനിമയിൽ പൂർണ്ണമായിട്ടും ഒരു ആഘോഷത്തോടെ വരുന്ന ആഘോഷം എന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാവരും സിനിമ കാണണം, കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രൊമോഷനിൽ അർത്ഥമുള്ളൂ. വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ഞങ്ങൾ ഒരു ടീം ആക്കിയത്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് മിസ് ചേച്ചി. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അവരോട് നന്ദി പറയുന്നു. പിന്നെ സുഹൃത്തുക്കളെല്ലാവരും, ഞാൻ ഇൻഡസ്ട്രിയിൽ 30 വർഷത്തിലധികമായി വന്നിട്ട് 30 വർഷം കഴിഞ്ഞ് ജോർജ് സാർ പറയുന്ന പോലെ 36 വർഷമായാണ് ഗാൻസ എന്ന് പറയുന്ന പോലെ 30 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ ഒരു കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിയുന്നതിന് വലിയ സന്തോഷം, വലിയ എന്താ പറയുക അഭിമാനമൊക്കെ തോന്നുന്നു. ഇതിൻ്റെ കൂടെ വാഴ നനയുമ്പോൾ ചീര നനയാന്ന് പറയുന്ന പോലെ
ഞാനിവിടെ നിങ്ങളെ കാണിച്ചാൽ നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് തന്നാൽ എനിക്കൊരു അഭിമാനമാകുമായിരുന്നു. ആഘോഷത്തിനിടയിൽ ഒന്ന് സംഭവിച്ചാൽ, പക്ഷെ അവരാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവർക്ക് കൂടെ കാണുന്ന ഒരു അവസരം കൂടെ നൽകാം. ജസ്റ്റ് ഓക്കെ, എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനത് എൻ്റെ കൂടെ താങ്ക് യു സോ മച്ച്. Breaking through firewalls can't be released. Encrypted data I decrypt with ease. Ghost in the network, moving like a breeze. Beast on the prowl, beast on the hunt. No mercy, no pause, no time to run. Beast on the prowl, it's hunger, it's love. You can't run, can't hide it, no pain. It'll take you now. ഈ യുദ്ധത്തിൽ ഞാൻ പരിശാം. ഈ ഇരുട്ടിനൊപ്പം ഒരു വെളിച്ചമുണ്ടോ എന്നറിയാം. So this is the movie teaser of the movie ahead. താങ്ക് യു. Thank you, sir. അടുത്തതായി ജെയിംസ്. Please do watch it. Thank you. ഓക്കെ സർ, താങ്ക് യു. അടുത്തതായി ജെയ്സ് ജോസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പൊന്നു, എന്തോരം സുന്ദരന്മാരും സുന്ദരികളോട്. ഇതിൽ അധ്യാപകരാണോ, മാനേജേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ ഒന്നും പിടികിട്ടുന്നില്ല. അത്രയ്ക്ക് ഗ്ലാമർ അല്ല, ഇതിനൊക്കെ മുന്നിൽ ഗ്ലാമർ ഉണ്ടോ? എന്തായാലും ഇങ്ങനെ നിങ്ങളെ കാണാനും ഇവിടെ വരാനും പറ്റിയത് ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ 13 വർഷമായി സിനിമയിൽ വന്നിട്ട്. അങ്ങനെ ഇഷ്ടപ്പെടുത്താൻ ഗേൾ ഫ്രണ്ട്സ് ഒന്നുമല്ല, എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി സിനിമാ നടനാവണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കൊച്ചിയിലെ തൊട്ട്. അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ നിവൃത്തിയില്ലാതെ ദുബായിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് അവസരം കിട്ടുന്നത്. ഒരുപാട് സിനിമകളുടെ ഏകദേശം 10-80 സിനിമകൾ ചെയ്തു, ചെറുതും വലുതുമായിട്ട്. സ്ഥിരമായിട്ട് കിട്ടാറ് നായകന്റെ കയ്യിൽ നിന്ന് പോയി ഓരോ സിനിമയിലും ഓരോ ഗെറ്റപ്പിൽ എന്നെ കൊണ്ടുനടക്കുന്നുണ്ട്. ഞാനൊരു സിനിമാ നടനാന്ന് പറഞ്ഞിട്ട് എൻ്റെ അയൽവക്കക്കാർ പോലും വിശ്വസിക്കുന്നില്ല. സിനിമ കണ്ടുപോലെ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അമൽ കെ ജോബി എന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. പുള്ളി പറഞ്ഞു, ചേട്ടാ നമ്മൾ പടം തുടങ്ങുന്നു, പടത്തിൻ്റെ പേര് ഗുമസ്തൻ, ടൈറ്റിൽ ക്യാരക്ടർ ചേട്ടനാണ്. ഭയങ്കര സന്തോഷമായി. ഞാനും വിചാരിച്ചു ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ നമ്മുടെ നരൻ ബ്രോയെ പോലെ നല്ല കൂളിംഗ് ഗ്ലാസും കിടലും ഗ്ലാസും ഒക്കെ ഇട്ട് കാരവണിൽ ഇറക്കുന്നു, റീലുകൾ ഇറക്കുന്നു, പിന്നെ എല്ലാവരും തിരിച്ചറിയും, തകർക്കാമെന്നൊക്കെ വിചാരിച്ചു ചെന്നപ്പോൾ എന്നെ നേരെ അമല് ഒരു ഫുള്ള് നരച്ച മുടി, ഒരു വലിയ താടി, ഒരു നരച്ച ഫുൾ നരച്ച സെറ്റപ്പിലായിട്ട് അപ്പാപ്പൻ ക്യാരക്ടറുമായിട്ട് എന്നെ അവിടെ വെച്ചു. ദൈവം സഹായിച്ച സിനിമ നന്നായിട്ട് പോയി, എല്ലാവരും ഒന്ന്. പക്ഷെ ഞാനാന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, എടാ ഇനിയൊരു പടം ഉണ്ടാകുമ്പോൾ എന്നെ ഇങ്ങനെ വയസ്സാണെന്നും ആക്കല്ലേ, ഇനി താടിയും നരച്ച മുടിയൊന്നും ആക്കരുത്, എനിക്കൊരു ചെറുപ്പക്കാരൻ ക്യാരക്ടർ തരണം. ഉറപ്പായിട്ടും ചേട്ടാ അടുത്ത പടത്തിൽ നമ്മൾ ചേട്ടൻ വളരെ യങ്ങായിട്ടുള്ള ക്യാരക്ടറായിരിക്കും. അപ്പം ഞാൻ അടുത്ത പടത്തിനെങ്കിലും എന്നെ തിരിച്ചറിയുന്ന രീതിയിൽ ഒരു വേഷം കിട്ടും. പിന്നെ ചെറുപ്പക്കാരനാണ്, നിങ്ങളെപ്പോലെ സുന്ദരികളായ ഏതെങ്കിലും ഒരു പേരൊക്കെ എനിക്കുണ്ടാവും എന്നൊക്കെ ഉള്ള സ്വപ്നം കണ്ട് ആഘോഷം എന്ന് പറയുന്ന സിനിമ കാണാൻ അഭിനയിക്കാൻ വന്നു. മേക്കപ്പ് ചെയ്യാൻ കയറിയിരുന്നു. 5 സെക്കൻഡിൽ ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞതും ആദ്യം തന്നെ മേക്കപ്പിന്റെ ടീം വന്ന് എന്റെ മീശയങ്ങ് അടിച്ചു. ഇപ്പൊ ഞാൻ അതാന്ന് പറയാൻ ഇപ്പോഴും എന്നെ തിരിച്ചറിയാത്ത അവസ്ഥയായി. കാരണം ഒരു പടം വരും, ഞാൻ തിരിച്ച് പടം ഇറങ്ങുന്ന സമയത്ത് ഞാൻ വേറെ രൂപത്തിലായിരിക്കും. പിന്നെ ഞാൻ സഹിച്ചു, ചെറുപ്പക്കാരനാണ്, മീശയൊക്കെ എടുത്തതിന് വെറൈറ്റി കഥാപാത്രമായിരിക്കും. എന്നാലും പിന്നെ ഒരു മോഹം ബാക്കി കിടക്കണ്ടല്ലോ, നിങ്ങളെപ്പോലെ സുന്ദരിയായ ഒരു പേരൊക്കെ ഉണ്ടാവും, അപ്പോൾ അടിപൊളി കരവും. അപ്പോഴാണ് എനിക്കൊരു ലോഹയും കൂടി ഇരിക്കുന്നത്. അങ്ങനെ ആ സ്വപ്നവും തീർന്നു. പക്ഷെ ഒരുപാട് നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ചേച്ചി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്തായിരുന്നാലും നല്ലൊരു കഥാപാത്രമാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്, നല്ലൊരു സിനിമയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം, സിനിമ വിജയിക്കണം. നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിൽ നമ്മുടെ നാടിനും
നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ അഭിമാനം കൊള്ളുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. Thank you, sir. Next, I invite Agosham movie actress, heroine. Yes. ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ സിനിമയെ പറ്റി പറയണോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിനെ പറ്റി പറയണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ, അത്രയും നല്ലൊരു കോളേജ്, അത്രയും നല്ലൊരു ആംബിയൻസ്, ഇവിടെ പഠിക്കാൻ പറ്റുക, ജീവിക്കാൻ പറ്റുക, അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. സോ നിങ്ങൾക്ക് കിട്ടിയ ഈ ടൈം മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ സിനിമയെ പറ്റി ആഘോഷം എൻ്റെ രണ്ടാമത്തെ മലയാള സിനിമയാണ്. നിങ്ങൾ സോങ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിനിമ പെട്ടെന്ന് റിലീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Thank you, ma'am. അടുത്തത് നമ്മുടെ പ്രൊജക്ട് ഡിസൈനർ ടൈറ്റൽ. ഇങ്ങനെ ഷാജുവേട്ടന്റെ മണ്ണിൽ വന്ന് നിന്നിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അനുഗ്രഹം. ഷാജുവേട്ടാ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ ഈ ക്രിസ്മസിന് നിങ്ങൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അമൽക്കെ ജോബി ഒരു പടം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ആഘോഷം. നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാവരും യൂട്യൂബിൽ പോയി കാണണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും എത്തിക്കില്ലേ പാട്ട്? അപ്പൊ ആദ്യം ലിസ്റ്റേജാണ് ആദ്യം നന്ദി പറയേണ്ടത്. ലിസ്റ്റേജാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് നമ്മൾ പടം ഓണാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഒപ്പം തന്നെ അമൽക്കെ ജോബി, പിന്നെ നമ്മുടെ ഹീറോ നരേൻ. അപ്പൊ എല്ലാവരും പോയി സിനിമ കാണണം, അനുഗ്രഹിക്കണം. താങ്ക് യു. താങ്ക് യു, സർ. നമ്മളോട് എല്ലാവരും ഒരു സ്പെഷ്യൽ യൂട്യൂബിൽ ഗുഡ്വില്ലിൻ്റെ സൈറ്റിൽ നിന്നും CN ഗ്ലോബൽ മൂവീസിൻ്റെ സൈറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത 2 പാട്ട് ഗൗതം വിൽസൺ. നല്ല ബുദ്ധി ജ്ഞാനത്തോടെ ഇവിടെ ഇരുന്ന് കൈ കടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രഗ്സിനെതിരെ ആശയമുള്ള കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഖത്തറിൽ വെച്ച് 12-ാം തീയതിയാണ് നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ്. നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരോട് വിളിച്ചു വരണം. ഞങ്ങളുടെ ആഘോഷം ടീം അങ്ങോട്ട് വരുന്നുണ്ട്. ഷാജേട്ടനും നരേൻ സാറും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ട്. അപ്പം ഖത്തറിലുള്ളവരോട് പറയണം, നിങ്ങൾ അന്നേരം ആ പാട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ലൈവൊക്കെ ഇടുകയാണ്, നിങ്ങൾ കാണുകയും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോയിട്ട് പറയുന്ന സാധനം. പിന്നെ ഇവർക്കെല്ലാം നിങ്ങളോട് കുശുമ്പാണ്, അസൂയാണ്, ജലസാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് മാത്രം ആ സാധനമില്ല. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതൊക്കെ യെസ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഇവിടെ യൂത്ത് എല്ലാവരും ചേർന്ന് വരും. യെസ്. ഇത്ര നേരം കുശുമ്പ് പറഞ്ഞ് 90 പറഞ്ഞ ആൾ ഏറ്റു വരികയാണ്. പറ്റോ നിങ്ങൾക്ക് യൂത്തല്ല, നിങ്ങളെ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. യെസ്. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് യദുകൃഷ്ണ. ഞാനിങ്ങനെ ഫേമസ് ആയിട്ടൊന്നുമില്ല. സോ അതേ ആൾക്കാർക്ക് അറിയാത്തൊന്നും പരിചയപ്പെടുത്താൻ യദുകൃഷ്ണ. താങ്ക് യു. ഇതിൻ്റെ 2ാം സിനിമയാണ്. ഫസ്റ്റ് ഫിലിം ഉയരുന്ന സിനിമ അത് നായകയുടെ അഭിനയിച്ചു. അപ്പോൾ ആഘോഷം എന്ന സിനിമയിൽ എനിക്കൊരു ഭാഗം സാധിച്ചത്. ഐ എം സോ ഹാപ്പി. ഞാൻ എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം. വൈകൈ മാറല്ലേ. എല്ലാവരും ഒരു വലിയ കൈയ്യടി കൊടുക്കൂ. ഹലോ, എൻ്റെ പേര് അഖില. എന്നെ ആർക്കും പരിചയപ്പെടാൻ വഴിയില്ല, കാരണം ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഓഡിഷൻ വഴി കിട്ടിയതാണ്. ആൻഡ് താങ്ക്സ് ടു ദി എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ്, ബിക്കോസ് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്രയും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ വേറെന്താ പറയണമെങ്കിൽ അറിയില്ല. താങ്ക് യു സോ മച്ച്. ലൈനായിട്ട് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അലീഷയാണ്. ആർക്കും അറിവുണ്ടാവില്ല ആസ് യൂഷ്വൽ. ബട്ട് ദ തിങ് ഈസ്, ഇത് കഴിഞ്ഞിട്ട് എന്തോ ബാൻഡ് എന്തോ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യണം അതിനുവേണ്ടി. എന്നെ ഇറക്കി തരാമെന്നാണോ? ഓക്കെ, അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ലതാണെന്ന് പറയണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ആൾക്ക് കൊടുക്കാം. എൻ്റെ പേര് സുജിത്ത്. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. പക്ഷേ എന്നെ അറിയാൻ ചാൻസ് ഇല്ല. ആദ്യത്തെ സിനിമ ഇറങ്ങിയിട്ടില്ല. അതൊരു ഫെസ്റ്റിവൽ ഫിലിമാണ്. അമലേണ്ട തന്നെയാണ്. പിന്നെ എല്ലാവരും സിനിമ കാണണം. അത്രയും. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അഞ്ജലി. എൻ്റെ ടെക്നിക്കലി സ്പീക്കിംഗ് എൻ്റെ ആദ്യത്തെ സിനിമയില്ല, പക്ഷേ ഒരു ക്യാരക്ടർ റോളിൽ മേ ബി വരുന്നത് എൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൊക്കേഷനിലും ശരിക്കും ആഘോഷം തന്നെയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ച് ഞങ്ങളെ സന്തുഷ്ടരാക്കണം. താങ്ക് യു. ഹായ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലസ്സിയാണ് എൻ്റെ ക്യാരക്ടറിനെ ബ്ലസ്സി ആയിട്ട് ആഘോഷം സെറ്റിൽ ഔട്ട് വരുന്നത്. ഫസ്റ്റ് എങ്ങനെയാവും എന്താവും എന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ അവസാനമായപ്പം ഭയങ്കര വിഷമമായിരുന്നു. സെറ്റിൽ മൊത്തം ഭയങ്കര രസമായിരുന്നു. സെറ്റ് മൊത്തം ആഘോഷ സെറ്റ് മൊത്തം ഞങ്ങൾ തകർത്തിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾക്ക് കോളേജ് സീൻസ് ആയിരുന്നു ഉള്ളത്. അപ്പം ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. അപ്പം എല്ലാവരും ആഘോഷം ഫിലിം പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി കയ്യിൽ മൈക്ക് കിട്ടി. ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ കേൾക്കുന്നുണ്ട് വന്നപ്പോൾ തൊട്ട് ആ സൈഡിൽ നിന്ന് കേട്ടോ. സോ ഒരുപാട് സന്തോഷമുണ്ട് ഈ വീതിയിൽ വരാൻ സാധിച്ചതിൽ. അപ്പോൾ നമ്മുടെ ആഘോഷം മൂവിയുടെ പാട്ട് കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? സപ്പോർട്ട് ഉണ്ടാവില്ലേ? താങ്ക് യു. അപ്പോൾ ഇതെന്താ ആദ്യത്തെ മൂവിയല്ല, എൻ്റെ ഒരു 6ാമത്തെയാണോ എന്ന് എനിക്കറിയില്ല. എന്നെ കണ്ട് പരിചയമുണ്ടോ ആരെങ്കിലും? അറിയാൻ മതി. സ്ക്രീൻ ഫേസും നേരിട്ട് കുറച്ച് വ്യത്യാസം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്താ മൈക്ക് കിട്ടിയപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് നിന്ന ആളാണ് കേട്ടോ. ഇപ്പം താഴെ നിൽക്കണില്ല. അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് സംസാരിക്കാൻ ഞാൻ ഇറക്കാൻ തുടങ്ങി. പക്ഷെ എന്തെങ്കിലും മിണ്ടണമല്ലോ, ഇങ്ങനെ ഒരു വേദി കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക. സോ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം, അതോളൂ. താങ്ക് യു. താങ്ക് യു ഓൾ. അടുത്തതായി അമൽദേവ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ്. അപ്പോൾ പടം റിലീസ് ചെയ്യുമ്പോഴും ഇതേ പിന്തുണ തന്നെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിലെത്തുക, പടം നല്ല രീതിയിൽ വിജയിപ്പിക്കുക. ഇനി സോങ്സ് ബാക്കി 3-4 സോങ്സ് നമ്മൾ റിലീസ് ആവാനുണ്ട്. അപ്പോൾ എല്ലാ സോങ്സും വേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ കൂടെ തന്നെ നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്യണം. സോ നമുക്ക് ഓഡിയൻസിനിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ററാക്ഷൻ സെഷനിൽ ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങോട്ട് തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നരൻ സാറിനോട് ഒരു പാട്ട് പാടാനാണ് ഓഡിയൻസ് റിക്വസ്റ്റ്. അഹല്യ want to hear your voice. വർഷങ്ങൾക്ക് മുമ്പ് സാറിന്റെ എൻ്റെ കൽബിലെ പാട്ട് തന്നെ കേട്ടാൽ കൊള്ളാനുണ്ട്. ജനഗണമന ഒഴിച്ചെന്തും പാടിക്കും. 4 വരി. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരെന്നുള്ള മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരെന്നുള്ള മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. താങ്ക് യു. വീണവരൊക്കെ പെറുക്കിയെടുത്തോ. എനിക്കും ഏജ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ my wife might not be very good. Anyways, thank you very much. Actually, I'm also waiting for something. ഇങ്ങനെ നല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ഈ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി മുരളി ഇൻഡയറക്ട്ലി ഞാനായിരുന്നു. ബിക്കോസ് ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് മുരളീനെ പറ്റിയിട്ട് സിനിമയിൽ ആർക്കും അറിഞ്ഞിരുന്നില്ല, അവസാനം മാത്രമേ അറിഞ്ഞിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ
എനിക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുമായിരുന്നു. സോ മുരളി ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പ്രോബ്ലി അതുകൊണ്ടായിരിക്കും എനിക്ക് സ്റ്റിൽ ഇൻ ദ മൈൻഡ്സ്. അപ്പോൾ അതുപോലത്തെ കുറേ ക്യാരക്ടേഴ്സ് പ്രോബ്ലി എനിക്ക് കിട്ടട്ടെ. ആൻഡ് പ്ലീസ് കീപ് എൻകറേജിങ്. താങ്ക് യു. Thank you, sir. താങ്ക് യു. We have got some young talented artists here. So ഒരു ഡാൻസ് വേണം എന്നാണ് പറഞ്ഞത് ബദ്ലഹേം സോങ്ങിന്. So shall we? Okay? ചെറിയ സ്റ്റെപ്പ് എന്തെങ്കിലും ബദ്ലഹേം സോങ് പ്ലേ ചെയ്യുന്നതായിരിക്കും. മാം, നിങ്ങളായിട്ടൊരു ഹുക്ക് സ്റ്റെപ്സ് നമുക്ക് തരാണെങ്കിൽ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയി. ബോബി സാർ, നരേൻ സാർ, എല്ലാവരും പ്ലീസ്. എന്നാ എല്ലാവരും വരും. ബോൾ ആഘോഷം. ലെറ്റ്സ് സെലിബ്രേറ്റ്. ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാരിൽ മാസപ്പൊഴിൽ പൊട്ടുകയും കാലിക്കൂട്ടിൽ നീ സുഖിറങ്ങുവല്ലോ. കാത്തൊരു പൈതലും പൈന്റെ പാവട്ട നീക്കിയ പൈതലും നീ ഭൂമിൽ തിറങ്ങുവല്ലോ. ഈ കാലിക്കൂട്ടിൽ നീ സുഖിറങ്ങുവല്ലോ. കാലിക്കൂട്ടിൽ നീ സുഖിറങ്ങുവല്ലോ. ബേത്ലഹേമിലെ മഞ്ഞരാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ മാസപ്പൊഴിൽ പൊട്ടുകയും കാലിക്കൂട്ടിൽ നീ സുഖിറങ്ങുവല്ലോ. താങ്ക് യു ഓൾ. ഇനി നമുക്ക് ഒരു ഓപ്പൺ ഇന്ററാക്ഷൻ സെഷൻ ആണ്. നമ്മുടെ ഷെയർ ചെയ്യാൻ ഉണ്ടാവുക. എന്നും ഫണ്ണി മൊമെന്റ്സ് തന്നെയാണ് മൊത്തം. സിനിമ ആഘോഷം എന്ന പേര് പോലെ തന്നെ ആയിരുന്നു ആ ലൊക്കേഷനിൽ മുഴുവൻ. പാലക്കാട് ജില്ലയിലെ എല്ലാ ഹോട്ടലിലും നടന്മാർ പോയ ഒരു സിനിമ ഇതായിരിക്കും. കാരണം രാവിലെ ദോശ ഒരു കടയിൽ, ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും. എനിക്കോടെ എത്ര ദിവസം മൊത്തം ഷൂട്ട് ചെയ്ത് 50 ദിവസങ്ങൾ ഏറ്റവും ആഘോഷകരമായി നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഒരു തമാശയായിട്ട് നമുക്ക് പറയാനുണ്ടാവില്ല. അതിനകത്തുണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും നല്ല ഞങ്ങളുടെ ഓർമ്മകൾ. താങ്ക് യു സർ. ജോൺസ് എന്റെ ക്വസ്റ്റ്യൻ അമൽ കെ ജോബി സാറിന്റെ അടുത്താണ്. ഒരു ടു ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആകാശം മൂവി സെറ്റ് ചെയ്യുന്ന സാർ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഏതായിരുന്നു? അതാ നമ്മുടെ പ്രൊഡ്യൂസറെ ഇത്രയും ചാർജ് ആണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കും. ഇപ്പൊ അത്രത്തോളം ഭയങ്കര ചാർജ് ഷൂട്ട് ചെയ്ത പടമാണ്. റിസ്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ എന്തായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഈ പടം ഷൂട്ട് പ്ലാൻ ചെയ്തത് ഒരിക്കലും ഒരു സിനിമ പ്ലാൻ ചാർട്ട് ചെയ്യാൻ പറ്റാത്ത ഷൂട്ട് സമയം പ്ലാൻ ചെയ്യാൻ പറ്റാത്ത സമയം ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. അത് മഴക്കാലത്തായിരുന്നു, ജൂൺ ജൂലൈ. അപ്പൊ അത് ഒരിക്കലും സാധാരണ സിനിമകൾ ചെയ്യില്ല. അത് ചെയ്യുവാണെങ്കിൽ തന്നെ ഇൻഡോർ പോർഷൻസ് ഒക്കെ സിനിമകളാണ് കൂടുതലും ഷൂട്ട് പ്ലാൻ ചെയ്യുക. ഔട്ട്ഡോർ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ സമയത്തേക്ക് ചെയ്തില്ല. അത് മഴക്കാലം കഴിഞ്ഞ് ഷൂട്ട് പ്ലാൻ ചെയ്തു ഷെഡ്യൂൾസ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആ മഴക്കാലം തന്നെയായിരുന്നു. പക്ഷെ അത് രണ്ടും കൽപ്പിച്ച് നമുക്ക് തുടങ്ങേണ്ടി വന്നു. കാര്യം നമുക്ക് മുന്നേ ആർട്ടിസ്റ്റിന് ഡേയ്സ് ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അത് നമുക്ക് വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ നിന്ന കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന ടെക്നീഷ്യൻസും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളും ഇപ്പം നരേൻ ബ്രോ അല്ലെങ്കിൽ ഷാജുട്ടൻ, ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, ഇവരൊക്കെ കിട്ടിയതിന് ശേഷം ജനനായകൻ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം വിജയ് പടത്തില്. അപ്പം ഇവരുടെയൊക്കെ വലിയ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ടും ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻ്റെയും ഒരു ഗംഭീര കട്ടയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് പടം മഴക്കാലമാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് സപ്പോർട്ട് ഉണ്ടാവില്ലേ ഫ്രം അഹല്യ? യെസ്, വൺസ് അഗൈൻ താങ്ക് യു ആഘോഷം ടീം.
പ്രൊമോഷനൊക്കെ എല്ലാവരും ഓൺ ആയിരിക്കുകയാണ്. And there is another music band. Music band along with the one and only Eagles. Getting the set to fuse on fire. I have never done before. So once again, welcome to that G-Line and Eagles. അല്ല സാർ നമ്മളവിടെ അതെ അതെ ഇവിടുത്തെ മീനയുടെ ഫോറൻസിക്കൊക്കെ ഫുൾ ഇവിടെ ആറാട്ട് ഇവിടെയായിരുന്നു ആറാട്ടിന്റെ സിനിമയുടെ ഓൾമോസ്റ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ മഞ്ജു അല്ല നല്ല രസം എനിക്ക് ഭയങ്കര ഓരോ ലെവലാണ് സീരിയസ്ലി എന്തൊക്കെയാണ് സാറാണ് ഈ സാംസ്കാരിക മുമ്പോട്ട് പോയിക്കോട്ടെ അപ്പൊ കൂടെ Thank you.